3 സംവിധായകരുണ്ട്. ശരിക്ക് ഈ മുൻമാതൃകകളില്ല, നമുക്ക് റെഫറൻസ് എടുക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ ഒരു വലിയ പാടല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ലേ? നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആണ് നമുക്ക് സമൂഹത്തിൽ കണ്ട ഒരാളെ ചെയ്യാൻ എങ്ങനെയെങ്കിലും പറ്റും. അതിപ്പോ ജഗദീഷ് പറഞ്ഞില്ലേ, ഈ പ്രതിഭ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം എന്നെങ്കിലും എൻ്റെ 7 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും സ്ക്രിപ്റ്റ് നേരത്തെ വായിച്ച് അല്ലെങ്കിൽ മേടിച്ച് എൻ്റെ കഥാപാത്രം എന്താണ്, അതിനെന്താണ് ഞാനൊരു ഒന്നുമില്ല. ലൊക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് റിഹേഴ്സൽ നോക്കാമെന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. പക്ഷേ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്, അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. ശരി, മറ്റൊരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റിംഗ് ഇല്ല. പ്രോംപ്റ്റിംഗ് വേണ്ട. കൃത്യമായി ഇത് കൃത്യമായിട്ട് ഇപ്പോൾ പഠിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറോട് മേടിച്ച് നോക്കി പഠിച്ചതിന് ശേഷം കൃത്യമായി അങ്ങോട്ട് പറഞ്ഞു. ഇനി അതിനകത്ത് പിന്നെ അല്ലെങ്കിൽ പക്ഷേ എന്നൊരു വാക്കുണ്ടെന്ന് വെച്ചോളാം. എവിടെയെങ്കിലും കുഴപ്പം പിടിച്ചൊരു സ്ഥലത്ത് അത് മാത്രം അസോസിയേറ്റിനോട് പറയും, ആ പിന്നെ എന്നിട്ടേക്കണേ. ആ പിന്നെ കിട്ടിയ ബാക്കി ഫുള്ള് പറയും. അത് എഴുത്തുകാരൻ എഴുതിയതിനേക്കാൾ മനോഹരമായിട്ട് അതെ പറയുകയും ചെയ്യും. അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണം സാറിന് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ദില്ലിവാല. ആ. ദില്ലിവാലയിൽ ഒരു ഡയലോഗ് ഞാൻ എഴുതിയത്, ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം നീ എനിക്ക് തന്നു. ഇതിന് എങ്ങനെയാണിത് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ സത്യത്തിൽ. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് തോന്നണം ഇയാൾക്ക് വട്ടാണ്. അങ്ങനെ തോന്നേണ്ട രീതി പറഞ്ഞു. ആ രീതിയിൽ പറയണം. രാമവർമ്മ എന്ന മറ്റേ കഥാപാത്രം ഓഡിയന് തോന്നണം ഇയാൾക്ക് കയ്യിൽ നിന്ന് പോകാൻ സാധ്യത. കാരണം മകളെ രാജാവ് പടിയേറ്റിന് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് വന്നു എന്നുള്ളൊരു രംഗം അത്. അപ്പോൾ ഇയാൾ പറയുന്ന അതാണ്, ഒരു പൂ ഞാൻ ചോദിച്ചു, നീ എനിക്കൊരു പൂന്തോട്ടം തന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഭാര്യ വന്നിട്ട് കയ്യിൽ പോയിന്ന്. പക്ഷെ ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടില്ല, നേരെ പറയുകയാണ് ചെയ്തത്. ഉണ്ണിയേട്ടാ ഇത് സംഭവം ഇതാണ്, ഓക്കെ, നേരെ കയറി ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. ഈ ശരപഞ്ചരമൊക്കെ പോലെയുള്ള ചില സിനിമകൾ ഇപ്പൊ നമ്മുടെ TV കാണുമ്പോഴേ അതിലൊക്കെ ഉണ്ട്. ഒരു വളരെ മെലിഞ്ഞിട്ടൊരു സ്യൂട്ടൊക്കെ ഇട്ട് നമ്മൾ ഈ ജയൻ സാർ കുതിരയെ തിരുമുന്ന സീനിന്റെ ഒക്കെ അപ്പുറത്ത് തൊട്ട് സൈഡിലൊക്കെ അതിലെ ആ ഡയലോഗ് ഫേമസ് അല്ലേ, ഇത് നിജമാ. ഒരു തമിഴുണ്ട് ക്യാരക്ടറിന്. അല്ല രമേശ്, ഈ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ചെണ്ട എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനിലാണ് വന്നിട്ടുള്ളത്. വിൻസെന്റ് മാഷ്, ഹരിഹരൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് ഒരു സീൻ കണ്ടാൽ തന്നെ ഒരു ആക്ടറുടെ പൊട്ടൻഷ്യൽ എന്തെന്ന് മനസ്സിലാക്കും. വിൻസെന്റ് സാർ ഒരുപാട് പടത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഒടുവിലാശാനെ. ഹരിഹരൻ സാറിന്റെ ഒട്ടുമുക്കാൽ പടങ്ങളിലുണ്ട് വന്നിട്ടുണ്ട്. അതെ അതെ, ഒരിക്കൽ ഒടുവിലാശാനെ ഇട്ടാൽ ഇപ്പൊ സേനൻ തുടരെ റിപ്പീറ്റ് അതെ അതെ, തോമസിന്റെ എത്രയോ പടങ്ങളിലുണ്ട്, റാഫി മെക്കാട്ടിൻ ചിത്രങ്ങളിൽ ഒടുവിലാശൻ, ഞങ്ങളെപ്പോഴും സത്യനന്ദിക്കാട് ചിത്രങ്ങളില്. സത്യനന്ദിക്കാട് കാസ്റ്റ് ചെയ്താൽ പിന്നെ പെർമനന്റ് ആണ്. പിന്നെ പെർമനന്റ് ആണ്, വേറെ പ്രശ്നമൊന്നും ഒതുക്കുന്നില്ല. അത്രയ്ക്ക് ഒരു സംവിധായകൻ ഒരിക്കൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടരെ സാന്നിധ്യം ഭയങ്കര. അതാണ് വേറെ ഒരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ തോന്നൂല. അതെ, ആ കാര്യത്തിൽ അത് കറക്റ്റ്. പശു എന്ന് വിളിച്ചോണ്ട് വന്നില്ലേ, പൊന്മുട്ടയിടുന്ന താറാവിലെ പാപ്പി, പൊന്മുട്ടയിടുന്ന താറാവിലെ പാപ്പി എന്ന് പറയുന്ന കഥാപാത്രം. അതെ.